അന്തരിച്ച പ്രശസ്ത നാടക പ്രവർത്തകനും നടനുമായ കെ.വി. വിജേഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നാടകോത്സവം കൊണ്ട് പ്രണാമമർപ്പിക്കുകയാണ് വിജേഷിന്റെ സുഹൃത്തുക്കളും നാടക പ്രവർത്തകരും. ഈ ഭൂമിയുടെ പേരാണ് നാടകം എന്ന പേരിൽ വിജേഷിന്റെ നാടകങ്ങളും സ്കെച്ചുകളുടെ പ്രദർശനവും മുതൽ ഗാനങ്ങളുടെ അവതരണം വരെ നീളുന്ന വിപുലമായ അനുസ്മരണ പരിപാടിയാണ് കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിൽക്കുന്നയിടത്തെ നിമിഷനേരം കൊണ്ട് നാടകവേദിയാക്കി മാറ്റാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു കെ.വി. വിജേഷ്. ശരീരചലനത്തിലൂടെ ഒരു രംഗഭാഷ നിർമ്മിക്കുന്ന തിരക്കിലിനിടയിലാണ് രംഗബോധമില്ലാത്ത കോമാളിയായി മരണം ആ ജീവിതത്തിന് തിരശീലയിട്ടത്. ഹ്രസ്വമായ ജീവിത കാലയളവിൽ വിജേഷ് ബാക്കിവെച്ച നാടക സൗഹൃദ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിനു വേണ്ടി നാടകോത്സവത്തിലൂടെ കോഴിക്കോട് നഗരത്തിൽ ഒരു അനുസ്മരണം ഒരുക്കുകയായിരുന്നു. ഒരു 15 വയസ്സ് മുതലേ നാടകം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് സ്വന്തം ജീവിതം നാടകത്തിന് സമർപ്പിച്ചൊരു മനുഷ്യനാണ് വിജേഷ്. ആളുകൾ എപ്പോഴും കോഴിക്കോടിനെ പറ്റി പറഞ്ഞു ആദ്യം ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഭക്ഷണം എന്ന് പറയുന്നതല്ലോ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചോളം അതിഥികൾക്ക് കൊടുക്കുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷേ നാടകം എന്ന് പറയുന്നതുണ്ടല്ലോ അവരുടെ ഹൃദയത്തിലേറ്റൊരു സാധനമാണ്. ആ ഹൃദയത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് വിജേഷ്. ആ വിജേഷിന് അനുസ്മരണമാണ്. അതിനുവേണ്ടി മാത്രം വന്ന ഒരുത്തനാണ് ഞാൻ. കാരണം അവൻ എൻ്റെ കൂടെ ജീവിച്ചവനാണ്, ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചവനാണ്. മെയ് 11 മുതൽ 15 വരെ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വിജേഷിന്റെ സ്കെച്ചുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. അവൻ എഴുതിയ പാട്ടുകൾ പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട്, ആ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നും. അതെന്താ അങ്ങനെ ഒരു ഭൂമി, ഞങ്ങളൊന്നും അറിയാത്ത ഭൂമി എന്ന് തോന്നുമ്പോൾ ആ ഭൂമിൻ്റെ ഉള്ളിൽ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. ആ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് എന്നും വഴികാട്ടിയായിരുന്ന വിജേഷിന്റെ പേരിൽ ഒരു നാടക പഠന കേന്ദ്രം ആരംഭിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ കൂട്ടായ്മകൾ. അമൃത ന്യൂസ്, കോഴിക്കോട്.